പാലസ്തീൻ അതോറിറ്റിയുടെ വെസ്റ്റ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള നമുക്കറിയാം മെഹ്മൂദ് അബ്ബാസാണ് അവരുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അല്ലേ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഒരു ബിസിനസ് എംപയറാണ് അവർക്കവിടെയുള്ള. ഈ ഫാൽക്കൺ എന്ന പേരിലുള്ള കമ്പനി ഈ മെഹ്മൂദ് അബ്ബാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെയാണ്. 100 കണക്കിന് കമ്പനികളാണ്. കാനഡയിൽ പോലും അയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. മുഹമ്മദ് ഡഹ്ലാന് 120 മില്യണാണ് മുഹമ്മദ് ഡഹ്ലാൻ്റെ ആസ്തി എന്ന് പറയുന്നത്. യാസർ അറാഫത്ത് പാലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ പഴയ നേതാവായിരുന്നു. അയാളുടെ ആസ്തിയെക്കുറിച്ച് വല്ല ഐഡിയയുണ്ടോ? 6.5 ബില്യൺ, മില്യൺ അല്ല, അതിലേറെയുണ്ട് അയാൾക്ക് ഇപ്പോൾ അയാളുടെ മകൾക്കും അയാളുടെ ഭാര്യയ്ക്കും. ഈ പറയുന്ന യാസർ അറാഫത്തിന് അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോളയിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെന്ന്. അവരുടെ മകള് സഹുവ, അവരുടെ ആസ്തി, ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് 8 ബില്യണാണ്. ഈ പറയുന്ന യാസർ അറാഫത്തിൻ്റെ ഭാര്യയോ മകളോ ഒക്കെ ഈ യുദ്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുമോ, പാലസ്തീൻ അനുകൂലമായിട്ട് എന്തെങ്കിലും പറയുന്നതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്കിതിലൊന്നും ഒരു താല്പര്യമുള്ള കേസ് കേട്ടല്ല ഇത്. അവരാവശ്യത്തിനാറെ ഒരു 100 തലമുറയ്ക്ക് ജീവിക്കാനുള്ള കോടാനുകോടി സ്വത്ത് ഈ യാസർ അറാഫത്ത് ഈ ഒരു പാലസ്തീൻ്റെ പേരിൽ സമ്പാദിച്ചിട്ടുണ്ട്. അവർ പാരീസിൽ സുഖമായിട്ട് അത് ആസ്വദിച്ച് ജീവിക്കുന്നു.